Hello everyone, welcome to Jupod. എല്ലാവർക്കും മക്കളെ ജൂപോഡിന്റെ SSLC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ മക്കളെ നമ്മുടെ മോഡൽ എക്സാം നടക്കാൻ പോവാണ്. മോഡൽ എക്സാമിന് നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ ഒരു 90% ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ഗ്രിഡ് റെഫറൻസിലെ ഗ്രിഡിൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ഗ്രിഡിൽ രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് ഗ്രിഡ് റെഫറൻസിലെ 4 ഫിഗർ ആൻഡ് 6 ഫിഗർ 4 ഗ്രിഡ് റെഫറൻസും 6 ഗ്രിഡ് റെഫറൻസും അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് മാക്സിമം അയച്ചു കൊടുക്കുക. അവരോട് എല്ലാവരോടും ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് കാണാൻ പറയട്ടെ. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഫിഗർ ആൻഡ് 6 ഫിഗർ 4 ഗ്രിഡ് റെഫറൻസും 6 ഗ്രിഡ് റെഫറൻസും ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ലൈൻസ് ആണ് ഉപയോഗിക്കുക, ഈസ്റ്റിങ്സും നോർത്തിങ്സും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള കുത്തനെയുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഈസ്റ്റിങ്സ്, ഇങ്ങനെയുള്ള ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് നോർത്തിങ്സ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെയും ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയുടെയും ഇടതുവശത്തുള്ളതായിരിക്കും അതിന്റെ എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. അപ്പൊ ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഇടതുവശത്തുള്ളത് എത്രയാ, 15, അതാണ് ഇതിന് എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. പിന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസിന് ഇടതുവശത്തുള്ളത് എത്രയാ, 16, അതാണ് ഇതിന് എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. അപ്പൊ ഈ ഒരു ഈസ്റ്റിംഗ് വാല്യൂ കണക്കാക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെയും ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും അതിന്റെ എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. ഇവിടെ വേറൊരു പോലീസ് സ്റ്റേഷൻ എന്താ സംഭവിക്കുക, ലെഫ്റ്റ് സൈഡിൽ എത്രയുള്ളത്, 17, ഇതാണ് ഇതിന് എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. ഇനി ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെയും നോർത്തിങ് വാല്യൂ നമ്മൾ എങ്ങനെ കണക്കാക്കുക, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ അഥവാ ഭൂമിശാസ്ത്ര സവിശേഷതയുടെയും നോർത്തിങ് വാല്യൂ അതിന് നേരെ താഴെയുള്ളതാ. പോസ്റ്റ് ഓഫീസിന്റെ എത്രയാ, 77 ആണ്. പോലീസ് സ്റ്റേഷന്റെ എത്രയാ, 76 ആണ്. ഈ പോലീസ് സ്റ്റേഷന്റെ എത്രയാ, 75. അപ്പൊ നേരെ താഴെയുള്ളതാണ് എന്ത്, അതിന്റെ നോർത്തിങ് വാല്യൂ. അപ്പൊ ഈസ്റ്റിംഗ് വാല്യൂ എങ്ങനെ കണക്കാക്കാം, നോർത്തിങ് വാല്യൂ എങ്ങനെ കണക്കാക്കാം, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും SSLCയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മോട്ടിവേഷൻസ്, സ്റ്റഡി ടിപ്പ് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ടെങ്കിൽ ഈ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഓൺലി ഫോർ എഡ്യൂപോഡ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, സ്റ്റഡി ടിപ്പ് വേണമെങ്കിൽ, മോട്ടിവേഷൻ വേണമെങ്കിലൊക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്തോ, മെസ്സേജ് അയച്ചോ, നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി തരും. അപ്പോൾ nafi.edupod എന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് 4 ഫിഗർ അഥവാ 4 ഗ്രിഡ് റെഫറൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വലിയ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, 4 ഫിഗർ അഥവാ 4 ഉപയോഗിക്കുക. അപ്പൊ ശ്രദ്ധിച്ചോ, ഈ ഫോർട്ട് ഇവിടെ A ആണ്, പോലീസ് സ്റ്റേഷൻ B ആണ്, പോസ്റ്റ് ഓഫീസ് C ആണ്, ഇത് പോണ്ട് അഥവാ കുളമാണ്, ഇത് D ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 4 ഫിഗർ അല്ലെങ്കിൽ 4 കാണുമ്പോൾ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ, ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയുടെയും ഇടതുവശത്തുള്ളതായിരിക്കും അതിന് എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ. താഴെയുള്ളതായിരിക്കും എന്ത് വാല്യൂ, നോർത്തിങ് വാല്യൂ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ഒരു കോഡ് ഓർത്ത് വെക്കുക, FE പിന്നോ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് എന്തിന്റെ വാല്യൂ ആണ്, ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ആണ്. പിന്നെ എടുക്കേണ്ടത് നമ്മൾ എന്തിന്റെ വാല്യൂ ആണ്, നോർത്തിങ്ങിന്റെ വാല്യൂ ആണ്. ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ. ഓർത്ത് വെച്ചോ, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ, FE പിന്നോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫോർട്ട് അഥവാ കോട്ടയുടെ ഈ 4 ഫിഗർ കാണുമ്പോൾ ഫസ്റ്റ് ഇതിന് എന്ത് വാല്യൂ എടുക്കണം, ഈസ്റ്റിംഗ് വാല്യൂ അല്ലെ. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെയും ലെഫ്റ്റ് സൈഡ് അഥവാ ഇടതുവശത്തുള്ളതാണ് എന്ത്, അതിന്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാ, ലെഫ്റ്റുള്ളത് ഏതാ, 51, അത് നമ്മളിവിടെ എഴുതി. നോർത്തിങ് വാല്യൂ എത്രയാ, താഴെയുള്ളതാണ് 19, 51, 19 ആണ് എന്ത്, ഈ ഒരു ഫോർട്ട് അഥവാ കോട്ടയുടെ 4 ഫിഗർ അഥവാ 4 ഗ്രിഡ് റെഫറൻസ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾ 4 ഫിഗർ അല്ലെങ്കിൽ 4 എഴുതുമ്പോഴും 6 ഫിഗർ അഥവാ 6 എഴുതുമ്പോഴും ഇടയിൽ കുത്ത്, കോമ, വര ഒന്നും ഇടാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിജിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എഴുതാൻ കേട്ടോ. അത് മറന്നു പോകരുത്. ഇനി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്ര വരിക, ലെഫ്റ്റിലുള്ളത് എത്രയാ, ഫസ്റ്റ് ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ആയിട്ട് മാറിപ്പോയത്. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും 4 ഫിഗറും 6 ഫിഗർ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഈസ്റ്റിംഗ് വാല്യൂ. അപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റിലുള്ളത് എത്രയാ, 52 ആണ്. താഴെയുള്ളത് എത്രയാ, 19 ആണ്. അപ്പൊ 52, 19 ആണ് എന്ത്, ഈ പോലീസ് സ്റ്റേഷന്റെ അല്ലെ. ഈ പോസ്റ്റ് ഓഫീസിന്റെ എത്രയാണ്, 51, ലെഫ്റ്റിലുള്ളത് എത്രയാ, 51 ആണ്. താഴെയുള്ളത് എത്രയാ, 18 ആണ്. 51, 18 ആണ് എന്ത്, ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ 4 ഫിഗർ. ഇനി ഈ ഒരു പോണ്ട് അഥവാ ഈ ഒരു കുളത്തിന്റെ 4 ഫിഗർ എത്രയാ, ലെഫ്റ്റ് ഉള്ളത് എത്രയാണ്, 52 ആണ്. താഴെയുള്ളത് എത്രയാണ്, 18 ആണ്. 52, 18 ആണ് എന്ത്, ഇതിന്റെ 4 ഫിഗർ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. തലകുത്തരം ചോദിച്ചാൽ ഇതിന്റെ 4 ഫിഗർ തന്നിട്ട് അത് ഇതിൻ്റെതാണെന്നും ചോദിക്കും. അപ്പൊ ഇത് കണ്ടുവെക്കാൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഈ ABC ഇതിൻ്റെ ഒക്കെ ഒരു 4 ഫിഗർ നിങ്ങൾ എന്ത് ചെയ്തേ, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടെ. ഈ 3 4 ഫിഗർ അഥവാ 4 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അടുത്തത് 6 ഫിഗർ ആണ്, 6 കമ്പാരിറ്റീവ്ലി സ്മോളർ ജിയോഗ്രഫിക്കൽ ഫീച്ചർ, കുറെ കൂടി ചെറിയ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, 6 ഫിഗർ. അപ്പൊ നേരത്തെ പറയുമ്പോൾ നമ്മുടെ കോഡ് എന്താ,
FE പിന്നോ ആണല്ലേ എന്താണ് ഫസ്റ്റ് ഈസ്റ്റിങ്സ് ആണ്, പിന്നെയാണ് എന്ത് വരുന്നത് നോർത്തിങ്സ് കേട്ടോ. ഫസ്റ്റ് ഈസ്റ്റിങ്സ് പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ് പിൻ നോർത്തിങ്സ്, FE പിന്നോ FE പിന്നോ FE പിന്നോ. അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെല്ലാണ്, ഇത് ട്യൂബ് വെല്ലാണ്. ഈ ഒരു വെല്ലിന്റെ 6 ഫിഗർ നമ്മൾ കാണാൻ പോകുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്ര, അതിന്റെ ഈസ്റ്റിംഗ് വാല്യൂ 83 അല്ലെ. അടുത്ത സ്റ്റെപ്പ് എന്താ ശ്രദ്ധിച്ചോ, 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് 84, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ആയിട്ടുള്ള 84 വരെയുള്ള ഈ ഒരു മുകൾ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് അഥവാ 10 കഷ്ണങ്ങളാക്കി മുറിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിംഗ് വാല്യൂ എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ, 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാ 84 ആണ്, അതുവരെയുള്ള ഭാഗങ്ങളെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഇത് 0 ആട്ടോ വരെ, ഇത് 0 ആണ്, ഇവിടെയാണ് എന്ത് വരെ 1 കേട്ടോ, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാണ് അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആട്ടോ. 10 പറഞ്ഞ ഏതാണ് അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്, ഇതാണ് 1 വരിക, ഡിവൈഡ് ചെയ്ത് ഇവിടെ 9 വരും. 10 പറഞ്ഞ ഏതാണ് അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാടാ, ലെഫ്റ്റ് ടു റൈറ്റ് ആട്ടോ. 1 2 3 4 5 6, ആറാമത്തിന് നേരെയാണ് ആര് നിൽക്കുന്നത്, ഈ ഒരു വെല്ല് അഥവാ കിണർ നിൽക്കുന്നത്. അതെ. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിന് നോർത്തിങ് വാല്യൂ എത്ര, നേരെ താഴെ എത്രയാ 29. അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ 29 എന്ന നോർത്തിങ് മുതൽ അടുത്ത നോർത്തിങ് ഉള്ള ഈ ഒരു ഭാഗത്തെ ഉണ്ടല്ലോ 29 മുതൽ 30, അതായത് അടുത്ത നോർത്തിങ് ഉള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ചെയ്യേണ്ടത് എന്താ, ഫസ്റ്റ് ഇവിടെ 0 ആണ്, ഇവിടെ എന്താ 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാണ് അടുത്ത നോർത്തിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ശ്രദ്ധിക്കണം, 10 പറഞ്ഞ ഏതാണ് അടുത്ത നോർത്തിങ്ങിന്റെ സ്റ്റാർട്ടിംഗ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുകൾ ഭാഗത്ത് 10 ഈക്വൽ പാർട്സ് ആക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്ത് നിന്ന് വലത്തോട്ടേക്കാണ് എണ്ണേണ്ടത്. അടുത്ത എന്ത് ചെയ്യും, നമ്മൾ ഈ സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, 10 ഈക്വൽ പാർട്സ് ആക്കും. എന്നിട്ട് ബോട്ടം ടു ടോപ്പ് താഴെ നിന്ന് മുകളിലേക്കാണ് എണ്ണേണ്ടത്. 1 2 3യുടെ നേരെയാണ് ആര് നിൽക്കുന്നത്, ഇത് നിൽക്കുന്നത്. ഇതാണ് എന്ത്, ഈ ഒരു കിണറിന്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. നിങ്ങൾ ഈ ഒരു ബി ഒന്ന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യട്ടെ. ഈ ബീന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ഈ ട്യൂബ് അഥവാ കുഴൽ കിണറിന്റെ ആൻസർ. ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തുണ്ട്, ഒരു സ്പ്രിങ് അഥവാ നീരുറവുണ്ട്, ഇവിടെ ഒരു ട്യൂബ് വെല്ലുണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്, ഒരു വെല്ലുണ്ട് വിചാരിക്കുക. ഞാൻ ഈ വെല്ല് ഈ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വെല്ലിന്റെ 6 ഫിഗർ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മൾ ശ്രദ്ധിക്കണം എന്താ കാര്യം എന്ന് വെച്ചാൽ 6 ഫിഗർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തിന്റെ വാല്യൂ എടുക്കണം, ഈസ്റ്റിംഗ് വാല്യൂ. എത്ര, അതിന് ഈസ്റ്റിംഗ് വാല്യൂ 85. അടുത്ത സ്റ്റെപ്പ് എന്താ, 85 എന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ആയിട്ടുള്ള 86 വരെയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്, ഇവിടെയാണ് എന്ത് വരെ 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതാണ് അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന് കൗണ്ട് ചെയ്യണം, 1 2 ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. അടുത്ത എന്താ, ഇതിന്റെ നോർത്തിങ് വാല്യൂ എത്ര, നോർത്തിങ് വാല്യൂ 37 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, 37 എന്ന നോർത്തിങ്, അടുത്ത നോർത്തിങ് ആണ് 38. ഈ ഒരു ഭാഗത്തെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 1 2 3 4 5 6 7 8 9 10 പറഞ്ഞ ഏതായിരിക്കും അടുത്ത നോർത്തിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും അല്ലെ. നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഇവിടുന്ന ബോട്ടം ടു ടോപ്പ് താഴെ മുകളിലേക്ക് 1 2. ഇതാണ് എന്ത്, ഇതിന്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 3 6 ഫിഗർ കേട്ടോ, സ്പ്രിങ്ങിന്റെ, അതേപോലെ തന്നെ ട്യൂബലിന്റെ, അതേപോലെ തന്നെ ഈ ഒരു വെല്ലിന്റെ, ഇത് 3ന്റെയും 6 ഫിഗർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ 4 ഫിഗർ ആൻഡ് 6 ഫിഗർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, നമ്മളെ കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും മോഡൽ എക്സാമും പബ്ലിക് എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.